മുംബൈ സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരുടെ കേസ് വാദിച്ചു കൊണ്ടിരുന്ന വക്കീലായിരുന്നു ഷാഹിദ് അസ്മി. ആ കേസ് വാദത്തിൻ്റെ ആ ഒരു പ്രോസസ്സിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ കോടതിയിൽ വിസ്താരമുള്ള ഒരു ദിവസം, വാദമുള്ള ഒരു ദിവസം, കഴിഞ്ഞ വർഷം ഫെബ്രുവരി 15-ാം തീയതി ബാന്ദ്രയിലെ തൻ്റെ ഓഫീസിൽ നിന്ന് ഫയലുകളുമായി കോടതിയിലേക്ക് പോകാൻ വേണ്ടി കോണിപ്പടവുകൾ ഇറങ്ങി വരവെയാണ് ഷാഹിദ് അസ്മി വെടിയേറ്റ് മരിച്ചത്. ഷാഹിദ് അസ്മിയുമായിട്ട് ഒരു തവണ സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അസാധാരണമായ ഊർജം പ്രവഹിപ്പിക്കുന്ന, വോൾട്ടേജ് പ്രവഹിപ്പിക്കുന്ന ഒരു പ്രതിഭയായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹം അഭിഭാഷക വൃത്തിയിലേക്ക് എത്തിയ ഒരു ചരിത്രമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഉത്തർപ്രദേശിലെയോ ബീഹാറിലെയോ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, ഒരു ഗ്രാമത്തിലെ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് ഷാഹിദ് പിറന്നത്. പട്ടിണി മാറ്റുവാൻ വേണ്ടി നഗരത്തിലെത്തി സോഡാക്കുപ്പിയും സോഡാക്കുപ്പിയുടെ അടപ്പുമൊക്കെ പെറുക്കി വിറ്റ് ജീവിച്ചിരുന്ന, അന്നം തേടിയിരുന്ന ഒരു സാധാരണ പയ്യനായിരുന്നു ഷാഹിദ്. 13-ാം വയസ്സിൽ അവനെ ഒരു തീവ്രവാദ കേസിൽപ്പെടുത്തി ഡൽഹി പോലീസ് പിടിച്ച് തിഹാർ ജയിലിലിട്ടു. സോഡാ കുപ്പി പെറുക്കി പോകുന്നതിനിടയിൽ ഡൽഹിയിലെ ഏതാണ്ടെല്ലാം മുസ്ലിം ചെറുപ്പക്കാരും ഭയക്കുന്ന ഒരു രൂപമാണ് ആ വെളുത്ത ജിപ്സി ജീപ്പ്. ഏതു സന്ദർഭത്തിലാണ് ഡൽഹി പോലീസിന്റെ വെളുത്ത ജിപ്സി ജീപ്പ് വന്ന് തങ്ങളെ പൊക്കിയെടുക്കുക എന്നുള്ളത് ഡൽഹിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് സംസാരിച്ചാൽ നമുക്കറിയാം. അവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു രൂപകമാണ്, ഒരു പ്രതീകമാണ് ഡൽഹി പോലീസിന്റെ വെളുത്ത ജിപ്സി ജീപ്പ്. അങ്ങനെ ഒരു വെളുത്ത ജിപ്സി ജീപ്പിൽ വലിച്ചേക്കപ്പെട്ട് തിഹാർ ജയിലിലെത്തിയ 13-കാരനായ ടെററിസ്റ്റായിരുന്നു ഷാഹിദ് അസ്മി. തിഹാർ ജയിലിൽ അന്നത്തെ സൂപ്രണ്ട് കിരൺ ബേഡി ആയിരുന്നു. കിരൺ ബേഡി ഒരുപാട് പരിഷ്കരണ പ്രവർത്തനങ്ങൾ ജയിലിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഷാഹിദ് അവിടെ എത്തുന്നത്. ഷാഹിദ് അവിടെ നിന്ന് 12-ാം ക്ലാസ് പരീക്ഷ പാസ്സായി. പിന്നീട് ജയിലിനകത്ത് വെച്ച് തന്നെ നിയമബിരുദം നേടി നിയമബിരുദധാരിയായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആളാണ്. അന്ന് അവനൊരു ശപഥമുണ്ടായിരുന്നു, എൻ്റെ ജീവിതം ഇനിമേൽ ഇതുപോലെ തടവറയ്ക്കകത്ത് അകപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുമെന്ന്. അക്ഷരാർത്ഥത്തിൽ തന്നെ ഷാഹിദ് സമർപ്പിച്ചു. എൻ്റെ വിഷയം അതല്ല. അപ്പോൾ ഇന്നലെ നടന്ന ഷാഹിദ് അസ്മി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച ഗുജറാത്തിലുള്ള പ്രസിദ്ധ അഭിഭാഷകനായ മുകുൾ സിൻഹ, അദ്ദേഹം പ്രഭാഷണം ആരംഭിച്ചത്, പ്രഭാഷണ വിഷയം ഇതായിരുന്നു: ദ ഇല്യൂഷൻ ഓഫ് സെക്യുലറിസം, മതേതരത്വം എന്ന മായ എന്നുള്ളതായിരുന്നു തലക്കെട്ട്. അദ്ദേഹം പറഞ്ഞു, എന്താണ് സെക്യുലറിസം എന്ന മായ എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഒരു മുഷ്താഖ് സിൻഹയായിരുന്നുവെങ്കിൽ, അഡ്വക്കേറ്റ് മുഷ്താഖ് സിൻഹയായിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ നിങ്ങൾ എൻ്റെ പേരിൽ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തുമായിരുന്നു. അതാണ് ഇന്ത്യൻ സെക്യുലറിസം ഇന്ന് എത്തിപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രഭാഷണം തുടങ്ങിയത്. ഞാനിത് പറഞ്ഞത് എനിക്ക് മുമ്പേ സംസാരിച്ച സുഹൃത്ത് ജയശങ്കർ, അദ്ദേഹം ഒരു മജിസ്ട്രേറ്റിൻ്റെ അനുഭവം ഇവിടെ പറഞ്ഞു. അദ്ദേഹം തൊഴിൽ വശാൽ നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് സ്വാഭാവികമായും അത്തരം അനുഭവങ്ങൾ കേൾക്കും. ഞാൻ തൊഴിൽപരമായി മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്കറിയാം, എനിക്ക് അനുഭവമുണ്ട്. കേരളത്തിലെ നിരവധിയായിട്ടുള്ള വിവിധ റാങ്കുകളിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും എൻ്റെ ഏതെങ്കിലും ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടു വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. പല റാങ്കുകളിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ജയശങ്കർ പറഞ്ഞ പോലെ ഒരാളുടെയും പേര് പറഞ്ഞ് അവരുടെ ജീവിതം കുളമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് ഇവിടുത്തെ നിയമ
എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുവാൻ വേണ്ടി നിയമം നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഡിപ്പാർട്ട്മെന്റിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവേചനങ്ങളെക്കുറിച്ച് മറ്റൊരു ഭാഷയിൽ പറഞ്ഞ പായാരം പറയുവാൻ വേണ്ടി, അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ വേണ്ടി അവരുടെ ഫോൺ കോളുകൾ സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതുപോലെ ജയമോഹൻ ചോർത്തി കിടക്കുന്നുണ്ടെങ്കിൽ അവരത് നേരിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും എന്ന് ഞാൻ ആശ്വസിക്കുന്നു. എത്രയായാലും അവരാരും മെയിൽ അയച്ചിട്ടില്ല. അപ്പൊ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മുസ്ലിം പ്രൊഫൈലിംഗ്, മുസ്ലിം വേട്ട എന്ന് വിളിക്കും. മുസ്ലിം വേട്ട എന്ന് വിളിക്കുമ്പോൾ അതെന്തോ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് വിചാരിച്ച് അസ്വസ്ഥപ്പെടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, പൊതുസമൂഹം ചെയ്യേണ്ടത്. ഞാൻ ആ ഒരു കാര്യം അല്പം ഒന്ന് വിശദീകരിക്കാനാണ് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. ഈ മുസ്ലിം വേട്ട എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ട്. അതിപ്പോ ഇത് നിങ്ങൾ പറയണത് അത് വെറുതെ ഉമ്മൻചാണ്ടി പറഞ്ഞ മാതിരി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പറയുകയാണെന്ന് പറഞ്ഞാൽ ഇത് അനുഭവിക്കുന്നവർക്കാണല്ലോ അത് പറയാൻ കഴിയുള്ളൂ. ഇത് അനുഭവിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ഇത് കേരളം മനസ്സിലാക്കണം, ഭരണകൂടം മനസ്സിലാക്കണം. ഇവിടെ അവിടെയൊക്കെ ഇരിക്കുന്ന ഭരണകൂടത്തെ വിവരം അറിയിക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിലെയും ഇന്റലിജൻസ് ബ്യൂറോയിലെയും ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിക്കണം. ഇത് അനുഭവിക്കുന്ന ഒരു ജനതയുണ്ട്. ഇത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയോ ഇന്ത്യയുടെ മാത്രം ഒരു പ്രത്യേകതയോ അല്ല. ഇതൊരു ലോക യാഥാർത്ഥ്യമാണ്. UN തന്നെ അംഗീകരിച്ച ഒരു ആശയമാണ്, അല്ലെ UN തന്നെ തള്ളിപ്പറഞ്ഞൊരു ആശയമാണ് ഇസ്ലാമോഫോബിയ, ഇസ്ലാം പേടി എന്ന് പറയുന്ന ആശയം. ഒരു വംശീയ ആശയമായിട്ട് UN ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ആശയമാണ്. ലോകത്തിന്റെയും ഇന്ത്യയുടെയും ഒക്കെ ക്യാൻവാസ് നമുക്കിവിടെ. ഞാൻ കേരളത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രണ്ട് പ്രമേയങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, ഇങ്ങനെ പോയാൽ ഇത് എവിടെ എത്തും. രണ്ടാമത്തത്, ഇതെന്തുകൊണ്ട് ഉണ്ടാവും. ഇതെന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നേരത്തെ അജിത് സാഹി വിശദമായി അത് വിശദീകരിച്ചു. അതെന്ന് വെച്ചാൽ ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഇതൊരു വ്യവസായമാണ്. ഭീകരവേട്ട അല്ലെങ്കിൽ മുസ്ലിം വേട്ട, ഭീകരവിരുദ്ധ പോരാട്ടം, തീവ്രവാദ വിരുദ്ധ പോരാട്ടം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറഞ്ഞ ഒരു വ്യവസായമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു മുസ്ലിങ്ങളാണ്, മുസ്ലിം ചെറുപ്പക്കാരാണ്. അങ്ങനെയാണ് ആ വ്യവസായം വർക്ക് ചെയ്യുന്നത്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. കോഴിക്കോട് ഫെറോക്കിലാണ് ഈ ചാലിയാർ പുഴ വന്ന് അടിയുന്നത്. നിലമ്പൂർ കാടുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചാലിയാർ പുഴ ഫെറോക്കിലാണ് വന്ന് കടലിനോട് ചേരുന്നത്. ഫെറോക്ക്, ബേപ്പൂർ ഭാഗങ്ങൾ. ഞാൻ ഫെറോക്കിൽ പഠിച്ച ആളാണ്. ഫെറോക്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പുലി ഇറങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നിലമ്പൂർ കാടുകളിൽ നിന്ന് പുലിക്കുട്ടികൾ അന്ന് കല്ലായിലേക്ക് വലിയ മരത്തടികളൊക്കെ കൊണ്ടുവരും. അതിൽ പുലികൾ കയറും, അത് ഫെറോക്കിൽ വന്ന് ചാടും. അങ്ങനെ പുലി ഇറങ്ങുക എന്ന ഒരു പ്രതിഭാസം ഫെറോക്കിലുണ്ട്. പുലി ഇറങ്ങും, ഇടയ്ക്കൊക്കെ പുലി ഇറങ്ങും. പക്ഷെ ഈ 80കളുടെ തുടക്കത്തിൽ ഫെറോക്കിൽ വ്യാപകമായി പുലി ഇറങ്ങുന്ന ഒരു പ്രതിഭാസം ഉണ്ടായത്. ഇടക്കിടക്ക് പുലി ഇറങ്ങി. ഇങ്ങനെ ഒരാഴ്ചയൊന്നും പുലി ഇറങ്ങി, എന്നാലും അതിനിട്ട് പിടിക്കുകയില്ല. പുലി ഇറങ്ങി. ആളുകളൊക്കെ, ഞാൻ അവിടെ പഠിക്കുന്ന കാലത്ത് ഒരിക്കലും പുലി ഇറങ്ങിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ അങ്ങനല്ല, ഈ ഇടക്കിടക്ക് ഇറങ്ങിക്കൊണ്ട് ഈ തീവ്രവാദികൾ ഇറങ്ങണ മാതിരി തന്നെ പുലി ഇറങ്ങാൻ. അപ്പോ അന്ന് ഈ റബൽ മുസ്ലിം ലീഗിന്റെ പത്രമായിരുന്ന ലീഗ് ടൈംസിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: പുലി ഇറങ്ങി പെട്രോൾ തേടി എന്നായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ അന്ന് പെട്രോളിന് റേഷൻ ഉണ്ടായിരുന്ന കാലമായിരുന്നു. പെട്രോള്, പഞ്ചസാര, ഇങ്ങനത്തെ ഏതാണ്ട് എല്ലാ ഐറ്റംസിനും റേഷൻ കൺട്രോൾ ഉണ്ടാവും. നേരത്തെ ഏതോ സപ്ലൈ ഓഫീസിൽ നിന്നൊക്കെ, പിന്നെ ഇപ്പൊ ലക്ഷദ്വീപിലൊക്കെ അങ്ങനെ ഉണ്ട്. സപ്ലൈ ഓഫീസിൽ നിന്നൊക്കെ നേരത്തെ അനുവാദം വാങ്ങിയാലാണ് പെട്രോൾ കിട്ടുകയുള്ളൂ. പക്ഷെ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ പോലീസുകാർക്ക് അങ്ങനെ കിട്ടില്ല. എമർജൻസി സിറ്റുവേഷൻ വന്നാൽ പോലീസുകാർക്ക് കണക്കില്ലാതെ പെട്രോൾ കിട്ടും. അപ്പൊ പുലി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. അങ്ങനെ പെട്രോൾ വാങ്ങിക്കൂട്ടുക, അത് വലിയ വിലക്ക് മറിച്ച് വിൽക്കുക, ഇതാണ് പോലീസുകാരുടെ പരിപാടി. അതിനുള്ള എളുപ്പ വഴിയാണ് പുലി ഇറങ്ങുക എന്നാണ്.
അതിന് പിന്നെ അക്കൗണ്ട്സ് ഇല്ല, നോട്ടില്ല, ഓഡിറ്റിംഗ് ഒന്നുമില്ല. എമർജൻസി സിറ്റുവേഷൻ, പുലി ഇറങ്ങിയിട്ട കൊണ്ടുപോടാ ക്യാൻ, അങ്ങനെ ക്യാനുമായിട്ട് പോവുക, പെട്രോൾ അടിച്ച് കൊണ്ടുവരിക, അത് മറച്ചു വെക്കുക. അപ്പോഴേക്ക് പുലി ഇറങ്ങിയിട്ടുണ്ട് തന്നെ മുമ്പ് എങ്ങോട്ടോ പോയിട്ടുണ്ടാവും. അപ്പൊ പുലി ഇറങ്ങി പെട്രോൾ തേടി എന്ന് അന്ന് ഈ ലീഗ് ടൈംസിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ടെ. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഈ തീവ്രവാദ വേട്ട എന്ന് പറഞ്ഞ ഒരു സംഗതിക്കുള്ളത്. എന്തും ചെയ്യാം, ചോദിക്കാൻ പറ്റില്ല. തീവ്രവാദത്തെ എതിർക്കാൻ വേണ്ടി, രാജ്യരക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം. അതിന് ചെലവാക്കുന്ന പണത്തിന് കണക്കില്ല. അതിന് ആളുകൾ ചോദ്യം ചെയ്യുന്നതിന്, പിടിച്ചുകൊണ്ടു പോകുന്നതിന്, അവർക്ക് ജാമ്യം നിഷേധിക്കുന്നതിന് ഒരു കാര്യത്തിനും ആരോടും ഉത്തരവാദിത്തമില്ല. അപ്പൊ ഈ ഇൻഡസ്ട്രി നിലനിർത്തുക എന്നുള്ളത് അതിന്റെ ഒരു വൈഡർ സ്പെക്ട്രാണ് അജിത് സായി പറഞ്ഞത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ആയുധ വിപണി, ആയുധ കച്ചവടക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നിർബന്ധമാണ്. ലോക്കലി അത് എല്ലാ ആളുകൾക്കും, ഇതിൽ ഇടപെടുന്ന എല്ലാ ആളുകൾക്കും അതിൻ്റെ ഒരു ലാഭം കിട്ടുന്നുണ്ട്. ലോക്കൽ പോലീസുകാരൻ മുതൽ നമ്മുടെ ഈ ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സാധാ കോൺസ്റ്റബിൾ മുതൽ അങ്ങ് ഡിഫൻസ് മിനിസ്റ്റർ വരെയുള്ള എല്ലാ ആളുകൾക്കും അവരുടെ സ്ഥാനത്തിനനുസരിച്ച് വിഹിതം കിട്ടുന്ന അസുലഭ സുന്ദരമായ ഒരു വ്യവസായമാണ് ഈ തീവ്രവാദ വിരുദ്ധ പോരാട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതാണ് അതിന്റെ പല കാരണങ്ങളിൽ ഒന്ന്. രണ്ടാമത് മുസ്ലിംസ് ആശയപരമായ ഒരു സംഗതി. നോം ചോംസ്കി ഒക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ സോവിയറ്റ് യൂണിയന്റെ മാനുഫാക്ചറിംഗ് കൺസെന്റിൽ അദ്ദേഹം ഐഡിയോളജി ഓഫ് ആന്റി കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഫിൽട്ടറിനെ കുറിച്ചാണ്. പിന്നീട് അദ്ദേഹം അത് ഐഡിയോളജി ഓഫ് ആന്റി ഇസ്ലാം എന്ന് തിരുത്തുന്നുണ്ട്. അതായത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ആഗോളതലത്തിൽ, സാർവദേശീയ തലത്തിൽ സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തിക്ക് ബദലായുള്ള ഒരു ശക്തി, ഒരു ഫോഴ്സ് എന്നുള്ള നിലയിൽ ലോകത്ത് മുസ്ലിം സമൂഹവും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമാണ് ഉള്ളത്. ആ സംഗതികളൊക്കെ നമുക്കറിയാം. അപ്പം അതിനെതിരായിട്ടുള്ള ഒരു ശത്രുപക്ഷത്ത്, സാർവദേശീയ തലത്തിൽ തന്നെ ശത്രുപക്ഷത്ത്, പ്രതിപക്ഷത്ത് നിർത്തപ്പെട്ട, അല്ലെ നിൽക്കാൻ ചരിത്രപരമായി ബാധ്യതപ്പെട്ട ഒരു സമൂഹം, അതിനോട് ലോകത്തിന്റെ അധികാരം വാഴുന്ന സാമ്രാജ്യം നടത്തുന്ന സമരം, അങ്ങനെ ഒരു വശം അതിനുണ്ട്. ഇത് ചില ആളുകൾ ചോദിക്കും, എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങൾ പ്രശ്നമാണല്ലോ, ഇതെന്തത് വല്ലാത്തൊരു അലമ്പ് ജാതി എന്ന് സാധാരണഗതിയിൽ നിഷ്കളങ്കമായ ഒരു ബോധത്തിൽ നിന്ന് ആളുകൾ ചോദിക്കും. എവിടെ നോക്കിയാലും മുസ്ലിങ്ങൾ, കാശ്മീർ, ബോംബെ, ഡൽഹി, കേരളത്തിൽ, ഇമെയിൽ, ലവ് ജിഹാദ്, എവിടെ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒരു പ്രശ്ന കൂട്ടരായിട്ട് ഈ സമുദായം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം എപ്പോഴും ഇങ്ങനെ സർഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് നിഷ്കളങ്കരായ ആളുകൾ ആത്മാർത്ഥതയോടുകൂടി ചോദിക്കാൻ. ഇതൊരു യാഥാർത്ഥ്യമാണ്. മുസ്ലിം ക്വസ്റ്റ്യൻ, ഒരു മുസ്ലിം പ്രശ്നം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം, ഇത് നമ്മൾ കുറച്ചൊന്ന് പിറകോട്ട് പോയാൽ സമാനമായ ഒരവസ്ഥ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പുഷ്കല കാലത്തുണ്ടായിരുന്നു. എവിടെ നോക്കിയാലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രശ്നം. അതിന് പൊതുവായ സൈദ്ധാന്തിക ഭാഷയിൽ തന്നെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സ്പെക്ട്രം എന്താണ്, കമ്മ്യൂണിസ്റ്റ് ഭൂതം, ഒരു കമ്മ്യൂണിസ്റ്റ് ഭൂതം യൂറോപ്പിനെ ആവാഹിച്ചിരിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്നത് തന്നെ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് ഭൂതം എന്നുള്ളത് ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ഒരു യാഥാർത്ഥ്യം. എവിടെ പോയാലും തെലങ്കാനയിൽ, കണ്ണൂര്, കയ്യൂര്, കരിവള്ളൂർ, പുന്നപ്ര, എവിടെ നോക്കിയാലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രശ്നം, ഒരു അലമ്പ്, ഇതേമാതിരി ഒരു അലമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സാമൂഹിക പ്രസ്ഥാനം, അന്നത്തെ ചൂഷണ വ്യവസ്ഥയ്ക്കെതിരെ, അന്നത്തെ വർഗ മേധാവിത്വത്തിനെതിരെ ഒരു സാമൂഹിക പ്രസ്ഥാനം, ഒരു വിപ്ലവ പ്രസ്ഥാനം രൂപപ്പെട്ടു വരുമ്പോൾ സ്വാഭാവികമായും അതൊരു പ്രശ്ന യാഥാർത്ഥ്യമായി അടയാളപ്പെടുത്തപ്പെടും. ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഇസ്ലാമിക സമൂഹം, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഉള്ളത് എന്ന് നമ്മൾ അതിൻ്റെ സാമൂഹിക ശാസ്ത്രപരമായ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കണം. സ്വാഭാവികമായും ഇതൊരു പ്രശ്നമായിട്ട്, ഒരു പ്രശ്നവർഗമായിട്ട്, ഒരു പ്രശ്ന ജാതിയായിട്ട് അടയാളപ്പെടുത്തപ്പെടും. നിഷ്കളങ്കരായ ആളുകൾ ഇതെന്തോ ഒരു സാധനം, ഇതെന്തോ ഒരു അലമ്പാണ് ഇവർ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് ചരിത്രപരവും ആശയപരവും സാമൂഹ്യ ശാസ്ത്രപരവുമായുള്ള ഒരു വശം. നമ്മുടെ കേരളത്തിൽ ഈ ഘടകങ്ങളെല്ലാം ഉള്ളതോടൊപ്പം തന്നെ സവിശേഷമായ വേറെ ചില സംഗതികൾ കൂടിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, മൊത്തത്തിൽ നമ്മൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ
മറ്റേതൊരു മുസ്ലിം സമൂഹത്തെക്കാളും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മുസ്ലിം സമൂഹമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം. വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി, എല്ലാ അർത്ഥത്തിലും, രാഷ്ട്രീയമായി അവർ മുന്നിൽ നിൽക്കുന്നു. ഒരു പ്രബല ശക്തിയാണ്, നിഷേധിക്കാൻ കഴിയാത്ത, അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ്. എന്ന് മാത്രമല്ല, ജനസംഖ്യാശാസ്ത്രപരമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്ത് തന്നെയുള്ള ഒരു പ്രവണതയാണത്. ചെറുപ്പക്കാർ ഏറ്റവും കൂടുതലുള്ളൊരു സമൂഹമാണ് ലോകത്തെങ്ങും മുസ്ലിം സമൂഹം. ജനസംഖ്യാശാസ്ത്ര പഠനത്തിൽ 0 മുതൽ 6 വയസ്സ് വരെയുള്ള ആളുകൾ, 6 മുതൽ 13 വയസ്സ് വരെയുള്ള ആളുകൾ, 13 മുതൽ 25 വയസ്സ് വരെയുള്ള ആളുകൾ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ അർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള സമൂഹമാണ് മുസ്ലിം സമൂഹം. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായി നേരത്തെ എഴുതിയിരുന്നു. ലോകത്ത് പല രാജ്യങ്ങളും ചെറുപ്പക്കാരില്ലാത്തതുകൊണ്ട് പ്രയാസപ്പെടുന്ന രാജ്യങ്ങൾ. ഇപ്പം മെനിയാന്നും റഷ്യയിൽ പുടിൻ വലിയൊരു പ്രഭാഷണം നടത്തി. അവിടെ ലോകത്ത് ജനനനിരക്കിനേക്കാൾ മരണനിരക്കുള്ള ഒരേ ഒരു രാജ്യമാണത്. ജനനനിരക്കിനേക്കാൾ എബോർഷൻ നിരക്ക്, ഗർഭഛിദ്ര നിരക്ക് ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് റഷ്യ. വളരെ അത്ഭുതകരമായ കാര്യമാണ്. ജനന നിരക്കിനേക്കാൾ, ബർത്ത് റേറ്റിനേക്കാൾ എബോർഷൻ റേറ്റ് കൂടുക അസാധാരണമായ ഒരു പ്രതിഭാസമാണ്. അങ്ങനെ ആ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസവിക്കുന്ന ഓരോ കുഞ്ഞിനെ പ്രസവിക്കുന്നവർക്കും സർക്കാർ വൻ ആനുകൂല്യങ്ങൾ, ഫ്രിഡ്ജ്, എത്രയോ റൂബിൾ, അവരുടെ പെൻഷൻ, അവർക്ക് സ്ഥിരം ഇൻവെസ്റ്റ്മെന്റ്, ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം സർക്കാർ പ്രഖ്യാപിച്ചിട്ടും ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവസാനം അവിടുത്തെ ഓർത്തഡോക്സ് ചർച്ചുമായി ചേർന്ന് ഭരണകൂടം ഒരു പ്ലാൻ കഴിഞ്ഞ വർഷം ഒരു പദ്ധതി സ്വീകരിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പഴയ ഇടതുപക്ഷ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് ഭരണകാലം മുതൽ ജനങ്ങളെ പറഞ്ഞു പിടിപ്പിച്ച, തലമുറയെ കണ്ടീഷൻ ചെയ്ത കുഞ്ഞുങ്ങൾ അപരാധമാണ്, ഭാരമാണ് എന്ന വളരെ ഭൗതികമായ ഒരു കാഴ്ചപ്പാട്, ഒരു സങ്കല്പം, അതിലൂടെ വളർന്ന ഒരു സമൂഹമാണ്. നേരെ മറിച്ച് മുതലാളിത്ത രാജ്യങ്ങളിലും ഇതേ അവസ്ഥ. സിംഗപ്പൂരിൽ ഓരോ കുഞ്ഞു പിറക്കുമ്പോഴും സർക്കാർ വൻ ആനുകൂല്യങ്ങൾ, ഒന്നാമത്തെ കുഞ്ഞിന് ഇത്ര $, രണ്ടാമത്തെ കുഞ്ഞിന് ഇത്ര $, എന്ന് പറഞ്ഞ് വൻ ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ അവസ്ഥയാണ് ജപ്പാനിലുള്ളത്. ജർമ്മനിയും സമാനമായ വഴിയിലേക്ക് നീങ്ങുന്നു. എന്ന് പറഞ്ഞാൽ ഒരേ സമയം മുതലാളിത്ത പാതയും കമ്മ്യൂണിസ്റ്റ് പാതയും സ്വീകരിച്ച രാജ്യങ്ങൾ ഒരേ സമയം ഒരേപോലെ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ചെറുപ്പക്കാരുടെ കുറവ് എന്നുള്ളത്. പക്ഷെ നേർ വിപരീതമായ അവസ്ഥയാണ് മുസ്ലിം സമൂഹം എന്നുള്ളത്. ചെറുപ്പക്കാർ ധാരാളമുള്ള ഒരു സമൂഹം. ചെറുപ്പക്കാർ ധാരാളം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ സമൂഹത്തിൽ വലിയ ഡൈനാമിസം ഉണ്ടാവും, വലിയ ഊർജ്ജസ്വലത ഉണ്ടാവും. ഒരു സമൂഹം വലിയ ഊർജ്ജസ്വലത, ധാരാളം ചെറുപ്പക്കാരുണ്ടാവുകയും വമ്പിച്ച ഊർജ്ജസ്വലത പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ വിസിബിൾ ആയിരിക്കും, വളരെയധികം ദൃശ്യമായിരിക്കും. ഈ വിസിബിലിറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വലിയ ദൃശ്യപരത, വിസിബിലിറ്റി പ്രദർശിപ്പിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം. ഒരേ സമയം അവർ വിസിബിലിറ്റി ഉണ്ട്. ക്യാമ്പസുകളിൽ പോയാൽ, കഴിഞ്ഞ വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പ്രൊഫസർ വന്ന് ഒരു ലെക്ചറിങ്ങിന് വേണ്ടി വന്ന് സദസ്സിനെ നോക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു, വാട്ട്, ഇതെന്താണ്, അറബിക് കോളേജാണോ എന്ന് ചോദിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന കുട്ടികളിൽ മഹാഭൂരിപക്ഷവും ഈ തട്ടമിട്ട പെൺകുട്ടികളാണ്. ഇപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ, കേരളത്തിലെ വ്യവസായ വാണിജ്യ രംഗത്ത്, കച്ചവട രംഗത്ത്, പത്രമാധ്യമ രംഗത്ത്, സാംസ്കാരിക പ്രവർത്തന രംഗത്ത്, ജനകീയ സംഘാടന രംഗത്ത്, എല്ലാ രംഗത്തും ഈ മുസ്ലിം ചെറുപ്പക്കാരുടെ സാന്നിധ്യം അങ്ങേയറ്റമുണ്ട്. അത് സ്വാഭാവികമായും ആളുകളിൽ പലതരം ചിലപ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കും, ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാക്കും, ചിലപ്പോൾ അത് വളരെ സന്തോഷകരമായ അവസ്ഥയുണ്ടാകും. പക്ഷെ ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഈ അസ്വസ്ഥതയെ, ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നതായിരിക്കും സാധാരണക്കാരായ ഒരു ഞാൻ പല നോൺ മുസ്ലിം സുഹൃത്തുക്കളും മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കളോടും പല സന്ദർഭങ്ങളിലായി ആത്മാർത്ഥമായി ഉത്തരം കിട്ടാൻ വേണ്ടി ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങൾ മുസ്ലിങ്ങളെ എങ്ങനെ കാണും? ഇങ്ങനെ ഓരോ വിവാദം ഉണ്ടാവാൻ ചോദിക്കുക. ഈ ഒരു പ്രശ്നത്തിൽ എന്താണ് മുസ്ലിം, വളരെ നിഷ്കളങ്കമായി ഒരു മുസ്ലിം, നിങ്ങളുടെ ഒരു മുസ്ലിം പെർസെപ്ഷൻ എന്താണ് എന്നുള്ളത്. അതിന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കേരളത്തിൽ യഥാർത്ഥത്തിൽ
നമ്മൾ ആശങ്കിക്കുന്നത് പോലെ സാമാന്യ ജനങ്ങൾക്കിടയിൽ മുസ്ലിം ഹിന്ദു വിഭജനമോ മുസ്ലിം ക്രിസ്ത്യൻ വിഭജനമോ ആ അർത്ഥത്തിലുള്ള ഒരു സാമുദായികമായ അകൽച്ച ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ആശങ്കിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യുന്ന മാതിരി അങ്ങനെ അകൽച്ചയില്ല. സാമാന്യ ജനങ്ങൾക്കിടയിൽ അങ്ങനെയില്ല. പക്ഷെ ഈ ജനങ്ങൾക്കിടയിൽ ഈ ഒരു ബോധം, സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കുവാൻ ബോധപൂർവമോ അബോധപൂർവമോ ചിലപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ടോ ശ്രമിക്കുന്ന ഘടകങ്ങളുണ്ട്, ശക്തികളുണ്ട്. അതിൽ വളരെ RSS അതിൽ പങ്കുവഹിക്കുന്നതെന്ന് നമുക്കറിയാം. RSS സമാന ചിന്താഗതി അവരുടെ സംഘടനാപരമായ ഒരു ജോലിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സിസ്റ്റൻസിന്റെ നിലനിൽപ്പിന്റെ ന്യായീകരണമാണ്. പക്ഷേ സെക്യുലർ എന്ന് നമ്മൾ വിചാരിക്കുന്ന, സെക്യുലർ എന്ന് സ്വയം അഭിമാനിക്കുന്ന പല ഘടകങ്ങളും ഈ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രമുഖ നോവലിസ്റ്റ് KP രാമനുണ്ണിയുടെ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അദ്ദേഹം എഴുതിയൊരു കഥയുണ്ട്, ചില മതേതര വർത്തമാനങ്ങൾ. വളരെ രസകരമായി ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്. സംശയത്തിന്റെ, പുകമറയുടെ, അസൂയയുടെ, കുനിഷ്ടിന്റെ, കുന്നായ്മയുടെ ഈ ഒരു പ്രോസസ് മതേതര വൃത്തങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ കൂടുന്നിടം, ജേർണലിസ്റ്റുകൾ കൂടുന്നിടം, പോളിസി മേക്കേഴ്സ് കൂടുന്നിടം, അത്തരം സാധാരണഗതിയിൽ എലീറ്റ് സെക്യുലർ സ്പേസ്, ഉപരിവർഗ മതേതര സ്ഥലം എന്ന് നമ്മൾ വിചാരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ ഒരു പ്രോസസ് സാമുദായിക ധ്രുവീകരണത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം സംശയത്തിന്റെ ഈ ഒരു പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വളരെ രസകരമായി വർണ്ണിക്കുന്ന ഒരു കഥയാണ്. ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷം ജനുവരി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനുവരി 14-ാം തീയതി ശബരിമല പുല്ലുമേട്ടിൽ ഒരു ദുരന്തം ഉണ്ടായി. വളരെ നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു ദുരന്തം. അവിടെ ഒരു ജനങ്ങൾ തിങ്ങിക്കൂടി ഉണ്ടായ തിരക്കിൽ 107ഓളം അയ്യപ്പ ഭക്തർ, വളരെ സാധാരണക്കാരായ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വന്ന ആളുകൾ ചതഞ്ഞരഞ്ഞ് ചവിട്ടേറ്റ് മരിച്ച പ്രയാസകരമായ ഒരു ദുരന്തം. 14-ാം തീയതി 17-ാം തീയതി കേരള കൗമുദി പത്രത്തിന്റെ 1-ാമത്തെ പേജിൽ 8 കോളത്തിൽ ഒരു വാർത്ത വന്നു. അതിന്റെ തലക്കെട്ട് ഏതാണ്ട് ഇങ്ങനെയാണ്: ദുരന്ത സ്ഥലത്തെ ഒരു ജീപ്പ് ദുരൂഹത ഉയർത്തും. ഇതിനെക്കുറിച്ച് പറഞ്ഞു. ദുരന്ത സ്ഥലം, അതിന്റെ വർണ്ണങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ജീപ്പ് കിടപ്പുണ്ട്. ജീപ്പ് കിടപ്പുണ്ടെന്ന് മാത്രമല്ല, ജീപ്പിൽ ഒരു സാരി ചുറ്റി പിണഞ്ഞ്, ജീപ്പിന്റെ ടയറിൽ ഒരു സാരി ചുറ്റി പിണഞ്ഞ് കിടപ്പുണ്ട്. യഥാർത്ഥത്തിൽ ജീപ്പ് അവിടെ നിർത്തിയിട്ടതായിരുന്നെങ്കിൽ അങ്ങനെ സാരി ചുറ്റി പിണഞ്ഞ് കിടക്കുകയില്ല. അത് അയ്യപ്പ ഭക്തരിലേക്ക് ഇടിച്ചു കയറ്റി വ്യാജ തിരക്ക് സൃഷ്ടിച്ചതായിരുന്നു എന്ന് ഇതേ വാചകം തന്നെ ആയിക്കൊള്ളുന്നില്ല. ഞാൻ അത് എടുത്തു വെച്ച ഒരു ഇതാണ്. ആളുകളിൽ അത് വായിക്കും തോറും, ഓരോ വരി വായിക്കും തോറും സാധാരണക്കാരിൽ, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകളിൽ വലിയ സംഭ്രാന്തിയും വിഭ്രാന്തിയും ആകുലതയും സൃഷ്ടിക്കുന്ന തരത്തിൽ ആ സ്റ്റോറി ഇങ്ങനെ മുന്നേറുകയാണ്. എന്നിട്ട് പറയുകയാണ്, 3 ദിവസമായി ജീപ്പ് അവിടെ തന്നെ കിടക്കുകയാണ്. ഈ ജീപ്പ് RTO ഓഫീസിൽ നിന്നുള്ള വിവരപ്രകാരം അറിയുന്നത് മലപ്പുറത്ത് നിന്നുള്ള മുഹമ്മദ് ആജിയുടെ ജീപ്പാണ് എന്ന് പറഞ്ഞ് ആ സ്റ്റോറി ഇങ്ങനെ പോകും. ഇത് വായിക്കുന്ന ഒരാളിൽ ഉണ്ടാകുന്ന, അദ്ദേഹത്തിനും പ്രത്യേകിച്ച് ഈ അയ്യപ്പ ഭക്തരായുള്ള ആളുകൾ, ഇതിൽ മരണപ്പെടുന്ന ബന്ധുക്കളായ ആളുകൾ, അവരുടെ സുഹൃത്തുക്കളായ ആളുകൾ, അവരിൽ സൃഷ്ടിക്കുന്ന അതിൻ്റെ ഒരു അനുരണനം എന്താ? കൗമുദി എന്ന് പറയുന്നത് RSSന്റെ പത്രമല്ല, വളരെ പാരമ്പര്യമുള്ള ഉത്തരവാദിത്വം, നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ നവോത്ഥാനത്തിൽ, പൊതു മണ്ഡല രൂപീകരണത്തിൽ വളരെ പോസിറ്റീവായി പങ്കുവഹിച്ച ഒരു പത്രമാണ്. പക്ഷെ അതിലാണ് 1-ാമത്തെ പേജ് ഇങ്ങനെ വരുന്നത്. 2 ദിവസം കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും കൗമുദിയല്ല എഴുതിയെന്ന് കണ്ട് DGP ആണെന്ന് തോന്നുന്നു അന്വേഷണത്തിന് വിട്ടു. അവിടെയുള്ള അത് മാത്രമേ അവിടെ കിടന്ന 3 ജീപ്പുകളും ഐഡന്റിഫൈ ചെയ്തു. ഈ ജീപ്പ് ഒരു നെൽസന്റേതാണ്. ആ പ്രദേശത്ത് തന്നെയുള്ള ആ എരുമേലി ഭാഗത്തെവിടെയുള്ള ഒരു നെൽസൺ എന്ന് പറഞ്ഞ ആളിനെ ഐഡന്റിഫൈ, അത് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കി. പക്ഷേ കൗമുദിയിൽ ആ റിപ്പോർട്ട് വന്നില്ല, ഇത് നെൽസന്റേതാണ് ജീപ്പ് എന്ന റിപ്പോർട്ട് വന്നില്ല. ശരി, വന്നിരുന്നെങ്കിൽ തന്നെ ഞാൻ പറയുന്നു, ഒരു സന്ദർഭത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ,
ഒരു ഡോസ് ഒരു ജനതയിലേക്ക് ഒരു പ്രത്യേകതരം വോൾട്ടേജ്, സാമുദായികമായ ഒരു വോൾട്ടേജ്, അകൽച്ചയുടെ ഒരു വോൾട്ടേജ്, സംശയത്തിന്റെ ഒരു വോൾട്ടേജ് ഒരു 10 പേരിലെങ്കിലും കേറ്റാൻ പറ്റുമെങ്കിൽ കേറട്ടെ എന്നുള്ള ഒരു ചിന്തയല്ലാതെ എന്താണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു. ദൈനംദിനം മലയാള മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന നമുക്ക് ഇത്തരത്തിലുള്ള ഡസൻ കണക്കിന്, ഞാൻ എൻ്റെ അടുത്ത് അതിൻ്റെ ഒരുപാട് ശേഖരങ്ങളുണ്ട്. നമ്മൾ അഭിമാനിക്കുന്ന മാതൃഭൂമിയെ പോലുള്ള, കൗമുദിയെ പോലുള്ള പത്രങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിദ്വേഷം അല്ലെങ്കിൽ മുസ്ലിം സംശയം ജനസഞ്ചയത്തിലേക്ക് പ്രവഹിപ്പിക്കുന്ന, സംശയത്തിന്റെ മുനകൾ സൃഷ്ടിക്കുന്ന വാർത്താ അവതരണ രീതികൾ. മെനിയാന്ന് നമ്മുടെ മലബാർ ഭാഗത്തൊക്കെ, ഇവിടെ ഒന്നും എനിക്കറിയില്ല, മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത, പടം സഹിതം. പട്ടാള യൂണിഫോമിൽ വീണ്ടും നബിദിന റാലി, ഗൂഢാലോചന അന്വേഷിക്കുന്നു. ഇന്ന് ആലോചിച്ചൊക്കെ സുഹൃത്തുക്കളെ, ഈ പട്ടാള യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കോഴിക്കോട് നടക്കാവിലെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, അവിടെ പോയാൽ നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് പട്ടാളത്തിന്റെ യൂണിഫോം കിട്ടും വാടകയ്ക്ക്. എന്നുവെച്ചാൽ നാടകക്കാർക്ക് ഇവർക്കൊക്കെ ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള കടകളാണ്. ഇത് എല്ലാ ഫാൻസി ഡ്രസ്സിൽ പട്ടാളം മാത്രമല്ല, സാക്ഷാൽ പ്രതിഭാ പട്ടീലിനെ വരെ പ്രച്ഛന്ന വേഷത്തിലൊക്കെ ആളുകൾ അവതരിപ്പിക്കും. ഈ നബിദിനം എന്ന് പറഞ്ഞാൽ മദ്രസയിലെ കുട്ടികൾ അവർ പലജാതി കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന സന്ദർഭമാണ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടുള്ള മൊയ്ലിയാക്കന്മാരായിട്ട് വേഷമിട്ടവരുണ്ടാവും, പട്ടാളക്കാരായി വേഷമിട്ടവരുണ്ടാവും, കോമാളികളായി വേഷമിട്ടവർ. കലാപരിപാടികളുടെ ഭാഗമായി പലവിധ വേഷങ്ങൾ ധരിക്കുക. പോലീസ് വേഷം ധരിക്കുന്നില്ല ആളുകൾ. ഇതിനെന്തിനു രാജ്യാന്തര ഗൂഢാലോചന? എനിക്ക് മനസ്സിലാവണില്ലത്. രാജ്യാന്തര ഗൂഢാലോചന അന്വേഷിക്കുന്നു. കിടക്കട്ടെ, ഇത് ഇങ്ങനത്തെ കുറെ രാജ്യാന്തര ഗൂഢാലോചന, വിദേശ പണം, ഇങ്ങനെ കുറെ ടിപ്പോഗ്രഫികൾ വാക്കുകളുണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോ പുതിയ ലക്കം പച്ചക്കുതിരയിൽ അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞ സിംഗ്, ഇത് മാതൃഭൂമിയിൽ തന്നെ ഒരു വന്ന വാർത്ത. കശ്മീരി ഒളിവിൽ പാർക്കുന്നു, കൊല്ലത്ത് ഒരു വാർത്തയാണ്. കശ്മീരി ഒളിവിൽ പാർക്കുന്നു. കശ്മീരി എന്തിനാ ഒളിവിൽ പാർക്കണേ? കശ്മീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരു സംസ്ഥാനമല്ലേ. ഇവിടെ എത്ര തമിഴന്മാര് താമസിക്കുന്നുണ്ട്, എത്ര തെലുങ്കന്മാർ താമസിക്കുന്നുണ്ട്. ഒരു കാശ്മീരി ഇവിടെ ഒളിവിൽ താമസിക്കേണ്ട കാര്യമില്ല. കാശ്മീർ ഇങ്ങനെ താമസിക്കും. പിന്നെ താമസിക്കുന്ന ഒരാൾ വീട്ടിലാണ് താമസിക്കുന്നത്, നമുക്ക് വേണേൽ ഒളിവിൽ എന്ന് പറയാം. റോട്ടിൽ ഒന്നും താമസിക്കാൻ പറ്റില്ലല്ലോ. കശ്മീരി ഒളിവിൽ താമസിക്കും. അപ്പൊ അദ്ദേഹം അവിടുത്തെ ബ്യൂറോയിൽ ബന്ധപ്പെട്ട് പറഞ്ഞത് അന്ന് അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ ഒരു നായർ കുടുംബത്തിൽ, ഈഴവ കുടുംബത്തിൽ അങ്ങനെയുള്ള ഒരു അച്ഛൻ മകൾക്ക് കശ്മീരി എന്താ പേരിട്ടിരിക്കുന്നത്. അവിടെ താമസിക്കും. പെൺകുട്ടിയൊക്കെ റോട്ടിൽ ഒന്നും താമസിക്കാൻ പറ്റില്ല, വീട്ടിനകത്തല്ലേ താമസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കശ്മീരി ഒളിവിൽ താമസിക്കുന്നു. ഞാൻ കശ്മീർ തന്നെയാണെങ്കിൽ നമ്മൾ യുക്തികൾ മറന്നു പോവുകയാണ്. എന്നെ കുറിച്ചൊക്കെ വരാവുന്ന ഒരു വാർത്തയാണ്, ഇയാൾ കശ്മീരിൽ പോയതിന് രേഖകൾ ഉണ്ടത്രേ. സ്ഥിരമായിട്ട് വരുന്നൊരു ഇതാണ്. ആരെ കുറിച്ചൊക്കെ 1-2 വാചകങ്ങൾ ആദ്യം എഴുതും, അവിടെ തീവ്രവാദ പ്രവർത്തനം, ഇവിടെ തീവ്രവാദം. ഇയാൾ കശ്മീരിൽ പോയതിന് രേഖകൾ ഉണ്ടത്രേ. സത്യത്തിൽ കശ്മീരിൽ പോകാൻ യാതൊരു രേഖയും വേണ്ട. തിരുവനന്തപുരത്ത് നിന്ന് ഒരു എക്സ്പ്രസ് ഉണ്ട്, ജമ്മു താവി, അതിൽ കയറിയാണ്ട് കുത്തിരുന്നാൽ മതി, പോകാം വരാം. ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ പോയി വരുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. കാശ്മീരിന്റെ സ്റ്റേറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിരന്തരം പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുക, ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞു. പക്ഷെ സീതാബോധ് അവിടെ ഇവിടെ ആ ലേഖനാണ്ട് അവസാനം ഇയാൾ കാശ്മീരിൽ പോയതിന് തെളിവുകളുണ്ട് അത്ര എന്ന് പറഞ്ഞാൽ പിന്നെ അത് കോടതിയിൽ ഉദ്ധരിക്കപ്പെടും. അത് അടുത്ത റിപ്പോർട്ടിൽ ഉദ്ധരിക്കും, നിരവധി തവണ കാശ്മീരിൽ സന്ദർശിച്ചിട്ടുണ്ട് അത്ര. ഇങ്ങനത്തെ കുറെ എന്താണ് വിദേശ യാത്രകൾ നടത്തിയതിന് രേഖകളുണ്ടത്രേ. തമാശയാണ്. രേഖകളോടുകൂടി വിദേശയാത്ര നടത്തണം എന്നാണല്ലോ സർക്കാർ പറയുന്നത്. രേഖകളില്ലാതെ വിദേശയാത്ര നടത്താൻ പറ്റില്ല. രേഖകളുടെ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതെന്തീ പറയണേ? വിദേശ പണം കൊണ്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. നമ്മുടെ ചെറുപ്പക്കാർ മഹാഭൂരിപക്ഷം വിദേശത്താണ്.
എന്തുകൊണ്ട് അവർ ഞാൻ പറയും അവർ വിദേശത്ത് പ്രവാസികളല്ല, ഇവിടുത്തെ വികസനത്തിൽ പങ്ക് ലഭിക്കാതെ ആട്ടിപ്പായിക്കപ്പെട്ട ജനതയാണ്, നിസ്സഹായരായ ജനതയാണ്. അവരുടെ പണം കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം ജീവിക്കുന്നത്. പക്ഷെ വിദേശ പണം എന്നുള്ളത് ഈ സിമി എന്നൊക്കെ പറയുന്ന ഒരു ടാഗായി. അപ്പൊ ഇങ്ങനെ പലതരം സംശയങ്ങൾ, ഉപജാപങ്ങൾ, കുനുഷ്ടുകൾ അത് സൃഷ്ടിച്ച് സമൂഹത്തിൽ ഭിന്നത വളർത്തുവാൻ വേണ്ടി ചിലരെങ്കിലും ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ബോധപൂർവം ശ്രമിക്കുന്നതായിക്കൊള്ളണമെന്നില്ല, യഥാർത്ഥത്തിൽ തന്നെയുള്ള ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇതൊരു പ്രധാനപ്പെട്ട സംഗതി. ഇത് രാമനുണ്ണി അദ്ദേഹത്തിന്റെ കഥയിൽ പറയുന്ന ഒരു ആശയം കൂടിയാണ്. എന്താന്ന് ചോദിച്ചാൽ, വളരെ ഇപ്പോ കോഴിക്കോടുള്ള ഒരു RSSന്റെ ഒരു സ്വാമിയുണ്ട്. അദ്ദേഹം നിരന്തരം അവിടെ പ്രഭാഷണം നടത്തുന്ന ഒരു സ്വാമിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ, മിക്കവാറും പ്രഭാഷണത്തിൽ വരുന്ന ഒരാശയമാണ് ഞാനിത് ഉദാഹരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഓഫീസർമാർക്കിടയിൽ, മാധ്യമപ്രവർത്തകർക്കിടയിൽ, ചിട്ടുകളി സർക്കിളുകളിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനത്തിന്റെ ഇത്തരം വർത്തമാനങ്ങളും ചൊല്ലുകളുമാണ് നമ്മുടെ പൊതുബോധത്തെ നിയന്ത്രിക്കുന്നത്. ഈ പൊതുബോധമാണ് മാധ്യമ വാർത്തകളായി വരുന്നത്. മാധ്യമ വാർത്തകൾ പൊതുബോധം നശിക്കുന്നു. ഇതെല്ലാം കൂടി ഇതൊക്കെ കാണുന്ന ജഡ്ജിമാർ ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ. അതനുസരിച്ചാണ് അവർ കോടതി വിധികൾ പുറപ്പെടുവിക്കുന്നത്. ഈ കോടതി വിധികൾ ആണ് നമ്മുടെ നിയമത്തെ പ്രബലപ്പെടുത്തുന്നത്. ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്തുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, സ്വാമി എന്ന് പറഞ്ഞാൽ RSSന്റെ ഒരു പ്രചാരകനാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ മാവൂർ റോട്ടിൽ നിന്ന് ഒന്ന് തെക്കോട്ട് നോക്കൂ. അങ്ങനെ പറഞ്ഞിട്ട് മാവൂർ റോട്ടിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഓരോ ബിൽഡിങ്ങുകളുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥരെ പറയുകയാണ്. സ്വാഭാവികമായും നല്ലൊരു ശതമാനം മുസ്ലിങ്ങളുടെ കെട്ടിടങ്ങളാണ്. എവിടെ ഹിന്ദുവിനൊരു കെട്ടിടം? കോഴിക്കോട് നഗരത്തിന്റെ കണ്ണായ ഭാഗത്ത് മാവൂർ റോട്ടിൽ എവിടെ ഹിന്ദുവിനൊരു കെട്ടിടം? ഇത് ആലുവയിൽ വന്ന് ചോദിക്കാൻ പറ്റും. ആലുവയിലുള്ള ഹോസ്പിറ്റലുകളുടെയൊക്കെ പേരെടുക്കുക. ഇതിലെവിടെ ഹിന്ദുവിനൊരു ഹോസ്പിറ്റൽ? ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ചാൽ അത് ലോജിക്കില്ല. അത് പെട്ടെന്ന് ആലോചിക്കുന്ന ഒരാൾക്ക് ശരിയാണല്ലോ, അപ്പം ആലുവയിൽ ഹിന്ദുവിനൊരു ഹോസ്പിറ്റൽ എവിടെ എന്ന് ആലോചിച്ച് സ്വാഭാവികമായും ഒരു സംശയം അതിങ്ങനെ അങ്ങോട്ട് അകത്ത് കിടക്കും. അതെങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളത് പിന്നെ വേറൊരു സംഗതി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്, ആളുകൾ പെട്ടെന്ന് കൺവിൻസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഈ ഒരു പ്രചാരണം, ഈ അർത്ഥത്തിലുള്ള പ്രചാരണം കേരളത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഒരു മുസ്ലിം ടേക്ക് ഓവർ നടക്കുന്നു. സാമ്പത്തിക രംഗത്ത്, ഭൂമിയുടെ രംഗത്ത്, കെട്ടിടങ്ങളുടെ രംഗത്ത്, വാഹനങ്ങളുടെ രംഗത്ത് ഒരു മുസ്ലിം ടേക്ക് ഓവർ നടക്കുന്നു എന്നുള്ള ഒരു പ്രചാരണം നടക്കുന്നു. ഈ പ്രചാരണം ഞാൻ പറഞ്ഞു, ചില ആളുകൾ വളരെ ബോധപൂർവം നികൃഷ്ടമായ ലക്ഷ്യത്തോടു കൂടി നടത്തുന്നതാണ്. ചിലര് ആത്മാർത്ഥമായി അങ്ങനെ വിചാരിക്കുന്നവരാണ്. ഈ ഒരു സംഗതിയെ ഒന്ന് ഡയഗ്നോസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു സംശയം, ഇതില് ഒരുപാട് സത്യങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്കിടയിൽ നല്ല സാമ്പത്തിക ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. മുസ്ലിം ചെറുപ്പക്കാർ ബിസിനസ്സിലേക്ക് ധാരാളമായി വരുന്നുണ്ട്, ഭൂമി വാങ്ങുന്നുണ്ട്, ഫ്ലാറ്റ് വ്യവസായത്തിലേക്ക്, പ്രത്യേകിച്ച് ഫ്ലാറ്റ് വ്യവസായത്തിൽ വളരെ നന്നായി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ ശരിയാണല്ലോ പറഞ്ഞത് എന്ന് ഒരാൾക്ക്, ഇപ്പൊ കോഴിക്കോട് തന്നെ വന്ന് നോക്കിയാൽ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ, ഫാത്തിമ ഹോസ്പിറ്റൽ, നാഷണൽ ഹോസ്പിറ്റൽ, മിംസ് ഹോസ്പിറ്റൽ എല്ലാം മുസ്ലിങ്ങളുടേതാണല്ലോ. ഒരാൾക്ക് വളരെ പെട്ടെന്ന് അങ്ങനെ ഈ ഒരു സ്വാമിയുടെ പ്രഭാഷണം പെട്ടെന്ന് ക്ലിക്കാവും. അപ്പൊ അങ്ങനെ അതിലൊരു അസ്വസ്ഥത പേര് ഇങ്ങനെ നടക്കാം. ഈ അസ്വസ്ഥത മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അതൊരു പൊതുബോധമായി അത് വേറെ പല രൂപത്തിൽ പത്രങ്ങളിൽ വന്ന് ജഡ്ജ്മെന്റുമായി ഇങ്ങനെയൊക്കെ കണ്ട് വികസിക്കും. ഇപ്പോ ഒരു TV ചർച്ചയിൽ ഒരാൾ ഉന്നയിച്ച ഒരു ഇതായിരുന്നു, കേരളത്തിൽ വിറ്റ BMW കാറുകളുടെ എണ്ണം എടുക്കൂ, അത് ഏറ്റവും കൂടുതൽ വാങ്ങിയത് ആരാ? ഒരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ കണക്കിന്റെ കയ്യില്ല. പക്ഷെ ഞാൻ പറയുന്നു, ധാരാളം മുസ്ലിങ്ങളുടെ കയ്യിൽ BMW കാർ ഉണ്ടാകും. അവർ ഇങ്ങനെ ഒരാൾ ആലോചിച്ചു കൊണ്ടിരുന്നത് എന്താ സംഭവിക്കുക? ഞാനിങ്ങനെ ഒരാൾ ആലോചിക്കുക, കൊച്ചിയിൽ എത്ര ഫ്ലാറ്റ് കമ്പനികളാണ്, അല്ലെങ്കിൽ മാവൂർ റോഡിൽ കെട്ടിടങ്ങളാണ്, അതിലെത്ര എണ്ണമാണ് മുസ്ലിങ്ങളുടെ? പെണ്ണി നോക്കിയാൽ കുറേ അധികം മുസ്ലിങ്ങളുടെ. ഒരാൾ അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുക. നേരെ മറിച്ച് ഞാൻ ഒരു മുസ്ലിം വർഗീയവാദി എന്നുള്ള നിലയിൽ ആ ഒരു സ്ഥാനത്ത് ചെന്നിട്ട് ഞാൻ വേറെ നിലക്ക് ആലോചിക്കുകയാണ്, ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ എത്ര സിമെന്റ് വേണം? ഈ സിമെന്റ് ഒക്കെ ആരായി ഉണ്ടാക്കണം?
ACC ഹിന്ദുക്കളുടേത്, ശങ്കർ സിമെന്റ് ഹിന്ദുക്കളുടേത്, റാംകോ സിമെന്റ് ഹിന്ദുക്കളുടേത്. റബ്ബേ എന്താ ചെയ്യാ എന്ന് ആലോചിച്ച് ഞാൻ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? മനോരോഗം പിടിക്കും എന്നല്ലാതെ എന്താ? ഇങ്ങനെ BMW കാർ, BMW കാർ മുസ്ലിങ്ങളുടെ കയ്യിൽ ഒരുപാട് BMW കാർ. അങ്ങനെ ഒരു RSS കാരൻ അല്ലെങ്കിൽ ഒരു ഹിന്ദു വർഗീയോ, ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയണം, ഹിന്ദു വർഗീയത സ്വയം സ്വീകരിച്ച ഒരാൾക്ക് അങ്ങനെ ആലോചിച്ച് ബേജാറാകാം. നേരെ മറിച്ച് ഒരു മുസ്ലിം വേറെ നിലക്ക് ആലോചിക്കാം, BMW കാർ ജർമ്മനിയിലെ അച്ചായന്മാരുടെ ആണോ? അല്ലാഹ്, നമ്മളെ റോഡ് മുഴുവൻ ഈ ജർമ്മനിയിലെ അച്ചായന്മാർ കീഴടക്കാൻ പോകണം. നമ്മുടെ സമുദായത്തിൻ്റെ കായ് മുഴുവൻ അമ്മമാരുള്ള കൊണ്ടുപോകണം. അല്ലെങ്കിൽ സ്കോർപിയോ, മഹീന്ദ്ര, അമ്മ ഈ RSS ഹിന്ദുക്കളുടെ കമ്പനി, നമ്മളെ മലപ്പുറത്തെ കാക്കാമാരൊക്കെ അവരുടെ കായ് മുഴുവൻ അവർക്കാണല്ലോ കൊടുക്കണം. ഇനി വേറെ അല്പം കൂടി വിഭ്രാന്തം എങ്ങനെ ആലോചിക്കാം, മിസ്തുബിഷി, ടൊയോട്ട, ജപ്പാന്റെ ബുദ്ധന്മാര്. ഈ ബുദ്ധന്മാര് നമ്മുടെ നാടിനെ കീഴടക്കുമല്ലോ പഠിച്ചോ, നമ്മളെ കായ് കൊണ്ട് കീഴടക്കുമല്ലോ, നമ്മളെ പൈസ കൊണ്ട് നമ്മൾ കീഴടക്കുമല്ലോ. ഇങ്ങനൊക്കെ ആലോചിക്കുന്നത് എന്താ അവസ്ഥ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി ടാറ്റ, പാർസിയാണ് അയാൾ. പാർസികൾ ഇന്ത്യ കീഴടക്കുകയാണ്. ഇങ്ങനെ ആലോചിക്കാൻ നിന്നാൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ സുഹൃത്തുക്കൾ? ഇങ്ങനെ ഇതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഒന്ന് ഇങ്ങനെ ആലോചിക്കണോ മനോരോഗിയായി മാറും അക്ഷരാർത്ഥത്തിൽ. അതിനാണ് നമ്മൾ മതഭ്രാന്തൻ എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിക്കണം, ഓരോ കെട്ടിടം ഉയരുമ്പോൾ ACC സിമെന്റ്, ഇതേതന്നെ ഒന്നാണ് ഉപയോഗിക്കുക, ACC അല്ലെങ്കിൽ ശങ്കർ അല്ലെങ്കിൽ റാംകോ, പിന്നെ എന്താണ് LNG. ഇതൊന്നുപോലും എൻ്റെ സമുദായത്തിൽ ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ചിന്തിക്കാൻ നിന്നാൽ എന്തായിരിക്കും അതവസ്ഥ? ഇത് സമൂഹത്തെ ഭ്രാന്തിലേക്ക് കൊണ്ടുപോവുകയാണ്, സ്വയം ഭ്രാന്തിലേക്ക്, സമൂഹത്തെ ഭ്രാന്തിലേക്ക്. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സംഭവിക്കും, ഒന്ന് സ്വയം പേടിക്കുക, മറ്റൊന്ന് പേടിപ്പിക്കുക. ഈ പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സമുദായത്തെ പേടിപ്പിക്കുക എന്നുള്ളതുണ്ടാവും, സമുദായത്തെ കുറിച്ച് മറ്റുള്ളവരെ പേടിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, പുലിയെ കുറിച്ച് ജനങ്ങളെ പേടിപ്പിക്കുക, അപ്പോഴേ ആ ഇൻഡസ്ട്രി പെട്രോൾ വിൽക്കുക എന്നുള്ള ഇൻഡസ്ട്രി നടക്കും. അതേപോലെ മുസ്ലിങ്ങളെ കുറിച്ച് ഹിന്ദുക്കളെ പേടിപ്പിക്കുക, ഞങ്ങൾ വേണ്ടാതെ കളിച്ചാൽ ഈ ഭീകരത വിരുദ്ധ അതെടുക്കുമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെയും പേടിപ്പിക്കുക. അപ്പൊ സ്വയം പേടിക്കുക, സമുദായങ്ങളെ പേടിപ്പിക്കുക. ഇതാണ് ഇത് യഥാർത്ഥം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയ ഞാൻ പറയുന്നു, കേരളത്തിലെങ്കിലും മറ്റു പല പ്രദേശങ്ങളിലാണെങ്കിൽ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്തി സ്വസ്ഥം വാഴാൻ കഴിയുന്നില്ല. കേരളത്തിലെങ്കിലും അത് വലിയ പ്രയാസമില്ല. കാരണം വളരെ നേർത്തതാണ് നമ്മുടെ ഒരു സാമൂഹിക ഘടന എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ, ഈഴവർ, നായർ, ക്രിസ്ത്യാനികൾ ഇവരെല്ലാവരും ഏതാണ്ട് സമാനമായ ഒരു ജനസംഖ്യ, അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ ഭയങ്കരമായൊരു ന്യൂനപക്ഷമോ ഭയങ്കരമായൊരു ഭൂരിപക്ഷമോ ഇല്ല. വളരെ എല്ലാ കാര്യങ്ങളിലും പരസ്പരം ഇടപഴകി പരസ്പരം കൊണ്ടും കൊടുത്തും ഇന്ററാക്ട് ചെയ്ത് കഴിയുന്ന ഒരു സമൂഹം. അങ്ങനെ എളുപ്പത്തിൽ ആർക്കും ആരെയും കീഴടക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ എളുപ്പത്തിൽ ഒരു വിവാദ കീഴടക്കി അടിച്ചമർത്താണ്ട് ഒഴിച്ചിട്ടും വിചാരിക്കാം ബാക്കിയുള്ളവർക്കെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ. ഇപ്പം ഹിന്ദുക്കളെ മുഴുവൻ മുസ്ലിങ്ങൾ കൊന്നു കുഴിച്ചും കൂടി, മുസ്ലിങ്ങൾക്കെങ്കിലും ഭൗതികാർത്ഥത്തിൽ സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മുഴുവൻ മറ്റൊരു ഗുജറാത്തിലൊക്കെ ചെയ്ത് അവരാണ്ട് അങ്ങ് നിലംപരിശാക്കി നരേന്ദ്രമോദിക്ക് സുഖമായിട്ട് കഴിയാലോ. ആ അവസ്ഥ ഏതായാലും കേരളത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ആർക്കും ആരെയും അങ്ങനെ നിലംപരിശാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ ഇത്തരം സംശയങ്ങളും ആധികളും സൃഷ്ടിച്ചിട്ട് എവിടെയാണ് ഇതെത്താൻ പോണത്? ഞാനിത് പറയുന്നത് വെച്ചാൽ ഈ ഇമെയിൽ വിവാദം എന്ന് പറയുന്നത് അത് ഒറ്റപ്പെട്ടൊരു സംഗതിയല്ല. ഈ ഒരു വളരെ വളരെ സങ്കീർണമായ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സില് ഇപ്പോഴത്തെ ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇതെങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പിന്നെ ഇത് നാളെ വേറൊന്ന് വരും, അതിന്റെ തുടർച്ച നമുക്ക് കാണാൻ കഴിയും. സൂഫിയ മദനി വന്നു, അബ്ദുൽ നാസർ മദനി വന്നു, ലവ് ജിഹാദ് വന്നു. എന്താണ് ഈ ലവ് ജിഹാദിന്റെ അന്തക്കിടക്ക് നമുക്കറിയാം. 4000 പെൺകുട്ടികളെ കൊണ്ടുപോയി മതം മാറ്റി കല്യാണം കഴിച്ച് ഒഴിവാക്കി കറാച്ചിയിലെ ഈ മറ്റേ ഫ്ലഷ് മാർക്കറ്റിൽ വിറ്റു എന്നാ പറഞ്ഞു. എന്തൊരു ദീർഘമായ പ്രക്രിയയാണ്. ഇത്രയും പെൺകുട്ടികളെ ഈ ചെറുപ്പക്കാരെ സമ്മതിക്കണത്. ഇത്രയും പെൺകുട്ടികളെ അവരുടെ തറവാടുകളിൽ നിന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് മതം മാറ്റി ലൈംഗികമായി ഉപയോഗിച്ച് അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ അങ്ങ് പാകിസ്ഥാനിൽ കൊണ്ടുപോയി എന്നാ പറയാം.
ഇവർ കേമന്മാർ തന്നെയാണല്ലോ. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഇങ്ങനൊരു പ്രചാരണം, ഈ പ്രചാരണം ഏതെങ്കിലും ഒരു ശശികല ടീച്ചറോ BHP നേതാവോ നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. പാരമ്പര്യമുള്ള പത്രങ്ങൾ, നിലവാരമുള്ള പത്രങ്ങൾ, പത്മശ്രീയൊക്കെ നേടിയ പത്രാധിപന്മാരുള്ള പത്രങ്ങൾ അവര് നടത്തിയെന്ന് വരുമ്പോ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? അപ്പൊ ഇതൊരു ഇങ്ങനെ തുടരുന്നൊരു പ്രക്രിയയാണ്. അതിന്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ ഇമെയിൽ വിവാദം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിനോട് രണ്ട് മൂന്ന് നിലകളിൽ ഇതിനോട് പ്രതികരണം, ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2-3 നിലകളിൽ ഇതിനോട് പ്രതികരണം ഉണ്ടാകാം. മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്ത് ഒന്ന്, ഈ നിരന്തരമായ ഈ പ്രചാരങ്ങൾ, ഈ പ്രൊപ്പഗാൻഡ, ഈ സമ്മർദ്ദം, ഇത് സൃഷ്ടിച്ച് സ്വാഭാവികമായി മുസ്ലിം സമൂഹത്തിൽ ചെറുപ്പക്കാരിൽ ഒരു വിഭാഗത്തെ നിശ്ചേഷ്ടരാക്കാൻ കഴിയും. അവരുടെ പ്രതികരണ ബോധത്തെ, അവരുടെ മതസ്വത്വത്തെ, അവരുടെ ആത്മാഭിമാനത്തെ, അവരുടെ സർവൈവിംഗ് കപ്പാസിറ്റിയെ എല്ലാറ്റിനെയും നിഷ്പ്രഭമാക്കി സ്വയം നിഷ്പ്രഭമാക്കി നിർത്തുകയും ആ ചെറുപ്പക്കാർ എല്ലാ കാര്യങ്ങളിലും സ്വയം ഉൾവലിയുകയും ചെയ്യുന്ന അവസ്ഥ വന്നു ചേരാം. നേരെ തിരിച്ചുള്ളൊരവസ്ഥയും വന്നു ചേരാം. ഇതൊക്കെ കേട്ടിട്ട് നേരത്തെ ജയശങ്കർ പറഞ്ഞാൽ ഞാനൊക്കെ എഴുതണതും പ്രസംഗിക്കുന്നതും ഒക്കെ വായിച്ചിട്ടും പ്രസംഗം കേട്ടിട്ടൊക്കെ ഒരു ചെറുപ്പക്കാർക്കിടയിൽ ഒരു പ്രതികാര ചിന്തയും വളർന്നു വന്നേക്കാം. അങ്ങനെ വിട്ടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട് പ്രതികാരം. അതാണ് ഈ ഗ്ലോബൽ ടെററിസം എന്നൊക്കെ പറയുന്ന അതൊരു ഘടകമാണ്. അങ്ങനെ ഞാൻ പറയുന്നു, അങ്ങനെ പ്രതികാര ചിന്തയിലേക്ക് പോവുക, ഇത് രണ്ടും ഇവരുടെ ആവശ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകിൽ നിശ്ചേഷരാക്കുക, അല്ലെങ്കിൽ ഇവർക്കിടയിൽ നിന്നും തീവ്രവാദികളെ സൃഷ്ടിക്കുക. അങ്ങനെ തീവ്രവാദികൾ ഉണ്ടായി വന്നാലേ ഇവരുടെ ഇൻഡസ്ട്രി ലൈവായിട്ട് നിലനിൽക്കുകയുള്ളൂ. ഞാൻ പറയുന്നു, സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ സോളിഡാരിറ്റിയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ന് രണ്ടിനും മധ്യയുള്ള ഒരു പൊസിഷനാണ്. അങ്ങനെ നിശ്ചേഷ്ടരാകുവാൻ, കീഴടങ്ങുവാൻ, തലകുലിച്ചു കൊടുക്കുവാൻ സന്നദ്ധരല്ല ഞങ്ങൾ. ആത്മാഭിമാനത്തോടെ ഞങ്ങൾ ഉയർന്നു നിൽക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വാചകമാണ് സോളിഡാരിറ്റി, ഒരു പ്രസ്താവനയാണ് സോളിഡാരിറ്റി. ഇല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, ഞങ്ങളെ തീവ്രവാദികളാക്കാൻ കഴിയില്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് സോളിഡാരിറ്റി. ഇത് രണ്ടിനുമിടയിൽ ഞങ്ങളുടെ അജണ്ടകൾ ഞങ്ങൾ തീരുമാനിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ അജണ്ടകൾ അടിച്ചേൽപ്പിക്കരുത്. ലവ് ജിഹാദ്, മദനി, ഇമെയിൽ, ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഓരോ അജണ്ടകൾ അടിച്ചേൽപ്പിച്ച് ഞങ്ങൾ നിർവഹിക്കേണ്ട ചരിത്രപരമായ ഉത്തരവാദിത്തം കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തെ പബ്ലിക് ഡിസ്കോഴ്സിനെ രൂപപ്പെടുത്തുന്നതിൽ കഴിഞ്ഞ 6 വർഷം കൊണ്ട് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് സോളിഡാരിറ്റിക്ക് ആത്മബോധമുണ്ട്. ഈ ദൗത്യം നിർവഹിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുവാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ അജണ്ടകൾ ഞങ്ങൾ നിശ്ചയിക്കും എന്ന ഒരു തീരുമാനം അതെടുക്കുക എന്നുള്ളതാണ് മുസ്ലിം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ ചെയ്യുവാനുള്ള ചരിത്രപരമായ ദൗത്യം. ഇതിൽ നിന്ന് നമ്മൾ മാറിപ്പോയാൽ, പതറിപ്പോയാൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ സദസ്സിനോടൊന്നല്ല, കേരളത്തിന്റെ പൊതു മനസാക്ഷിയോട്, ഭരണവർഗത്തോട്, മാധ്യമ സുഹൃത്തുക്കളോട്, എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു, ഈ ഒരു ബാലൻസ്, വളരെ ഫ്രജൈലായിട്ടുള്ള ഈ വളരെ നേർത്ത ഈ ഒരു ബാലൻസ് എങ്ങാനും നമ്മൾ അത് നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ സംസ്ഥാനം വീണ്ടും ഒരു ഭ്രാന്താലയമായി പോകും. അങ്ങനെ ഒരു ഭ്രാന്താലയമാകാൻ പാടില്ല എന്നൊരു ജാഗ്രതയാണ് ഈ സമ്മേളനം ഉന്നയിക്കുന്നത്. ഈ ഒരു ജാഗ്രത നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഓരോ നടപടികളിലും ഉയർത്തിപ്പിടിക്കണം എന്നാവശ്യപ്പെട്ട് ആഹ്വാനം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു.